ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം വിമാന അപകടത്തിൽ മുഴുവൻ യാത്രക്കാരും മരിച്ചു എന്ന് മനസ്സിലാകുന്നുണ്ട്. ആരെയും രക്ഷിക്കാനായില്ല എന്ന് പോലീസ് പറയുകയാണ്. അതുമാത്രമല്ല, മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും ഈ ഒരു അപകടത്തിൽ മരിച്ചു എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നു. 130 പേരുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയെന്ന് സേനയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പ് ലഭിക്കുകയാണ്. മുഴുവൻ മൃതദേഹങ്ങളും ഏകദേശം കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നൊരു വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. അബ്ദുൾ റഷീദ് ഉണ്ട്. റഷീദ്, ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അപകടത്തിന്റെ ഒരു വ്യാപ്തി നമുക്ക് മനസ്സിലാവുകയാണ്. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരും മരിച്ചു എന്ന് മനസ്സിലാകുന്നു. 242 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. കൂടുതൽ മൃതദേഹങ്ങളും ഏകദേശം കത്തിക്കരിഞ്ഞ നിലയിലാണ് എന്നാണ് മനസ്സിലാകുന്നത്. റഷീദ. ആതിര, തീർച്ചയായും രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിലേക്ക് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടുള്ള അപകടം മാറിയിരിക്കുകയാണ്. നേരത്തെ മരണസംഖ്യ ഉയർന്നേക്കുമെന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യാത്രക്കാരായിട്ടുള്ള 230 പേരും അതോടൊപ്പം പൈലറ്റും ക്രൂ മെമ്പേഴ്സും അടക്കമുള്ള 12 പേർ കൂടി ചേർന്നിട്ടുള്ള 242 പേരും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. പ്രധാനമായും NDRFന്റെ തിരച്ചിലിലാണ് ഇത്തരത്തിലൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പ്രധാനമായും 130 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. മറ്റു യാത്രക്കാരെ നേരത്തെ തന്നെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഗുരുതരമായിട്ടുള്ള അപകടങ്ങളാണ് പൊള്ളൽ ഏറ്റുകൊണ്ടാണ് വിവിധ ആളുകളെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ആരുടെയും ജീവൻ രക്ഷിക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ രാജ്യത്തെ തന്നെ സങ്കടത്തിലാക്കിക്കൊണ്ട് ദുഃഖത്തിലാക്കിക്കൊണ്ട് ഒരു യാത്രക്കാരനെ പോലും ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ വിമാന ദുരന്തം എത്തിയിരിക്കുന്നു. 242 പേരും വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരിച്ചതായാണ് ഇപ്പോൾ അഹമ്മദാബാദ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. നേരത്തെ 30 ആയിരുന്നു, പിന്നീട് അത് വലിയ തോതിലേക്ക് മരണസംഖ്യ ഉയരുകയും ചെയ്തു. എന്തായാലും ഈ ജനവാസ കേന്ദ്രത്തിലാണ് ഈ വിമാനം വന്ന് പതിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹോസ്റ്റലിൽ അടക്കമുള്ള ആളുകൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു സംശയത്തിന്റെ മുനയിൽ നിൽക്കുകയാണ്. കാരണം നിരവധി ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കും അടക്കം നിരവധി പേർക്ക് ഈ വിമാനം വന്ന് പതിച്ചതിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പരിക്കേറ്റിരുന്നു എന്നുള്ള കാര്യം പ്രദേശവാസികൾ അടക്കം സ്ഥിരീകരിക്കുകയാണ്. ഇവരെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരിൽ എത്ര പേരുടെ നില ഗുരുതരമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തായാലും രാജ്യത്തെ നടുക്കിക്കൊണ്ടുള്ള വിമാന അപകടമായി തന്നെ അഹമ്മദാബാദിലെ വിമാന അപകടം മാറിയിരിക്കുന്നു.